മഹാഗുരുശരണം. ഹാപ്പി ഈസ്റ്റർ. ഇന്ന് ഏപ്രിൽ 20 ഞായറാഴ്ച, പൂരാട നക്ഷത്ര ദിവസം. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. യേശുദേവൻ പ്രത്യാശയുടെ പുതുവെളിച്ചവുമായി ഉയർത്തെഴുന്നേറ്റതിൻ്റെ ദിനം ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ്. ലോകത്തെല്ലായിടത്തും ഇന്ന് ഈസ്റ്ററായിട്ട് ആഘോഷിക്കുന്നു. ഓരോ ദിവസവും നമുക്ക് പ്രത്യാശയുടെ ദിനങ്ങളാണ്. അങ്ങനെയാണ് നമ്മൾ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്, കാലങ്ങൾ തള്ളി നീക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പൂരാട നക്ഷത്രം ദിവസം ജനിച്ച, അത് ജന്മനക്ഷത്രമായോ പൊക്കപ്പിറന്നാളായിട്ടോ ഉള്ള എല്ലാവർക്കും നവഗ്രഹങ്ങളും എല്ലാ നക്ഷത്രങ്ങളും പഞ്ചഭൂതങ്ങളും എല്ലാം അനുകൂലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു. ഇന്ന് അബാക് മീഡിയയുടെ ആഭിമുഖ്യത്തിൽ സ്പിരിച്വൽ ഹവേഴ്സ് എന്നുള്ള പരിപാടി, ഏകദിന പരിപാടി നടക്കുന്നു. അത് കടവന്ത്ര ദേവീക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. അതിൽ അതിവിശിഷ്ടരായ ആധ്യാത്മിക ഗുരു തസ്ബൈ ഗുരുജി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വളരെയധികം ശിഷ്യഗണങ്ങൾ അവിടെ വരുന്നുണ്ട്. 250 പേർക്കായിട്ട് അത് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൂടാണ്ട് ആധ്യാത്മിക രംഗത്ത് ഉള്ള ശ്രീമതി ഗംഗാ സച്ചി എന്ന ചേച്ചി വരുന്നുണ്ട്. അതുകൂടാണ്ട് പുരാണ കഥകളിലൂടെ ഭക്തജനങ്ങളെ ആനന്ദ നിർവൃതിയിൽ ആക്കുന്ന ബഹുമാന്യായ ശ്രീ വ്യാസൻ സാർ വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ എളിയവനായ ഈ ആളും ഉണ്ട്. അപ്പോൾ നോക്കാം എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇപ്പോൾ അവിടെ അങ്ങോട്ടേക്ക് പോവും. അപ്പോൾ അവിടെ വരുന്നവരെല്ലാം അവിടെ വെച്ച് കാണാം. അപ്പോൾ ഇന്ന് കൂടുതൽ പറയുന്നില്ല, എനിക്ക് പോകാൻ തയ്യാറാകണം. അപ്പോൾ എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ഉപാസനയുടെ ഫലം, പ്രത്യേകിച്ച് ഹാപ്പി ഈസ്റ്ററിൻ്റെ ആ പുണ്യത്തിൻ്റെ അംശം എല്ലാവർക്കും പകർന്നു നൽകിക്കൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഏവർക്കും ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, സത്സന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവമനോകാമനാഭീഷ്ടം നടക്കണമെന്നും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല മാർക്കോടുകൂടി ഉന്നത വിജയം നേടി അവരാഗ്രഹിക്കുന്ന സർവീസിലോ പ്രൊഫഷനിലോ ജോലിയിലോ അവർ ജോയിൻ ചെയ്യുവാനും അതോടെ അവർക്ക് സംസ്കാര സമ്പന്നമായ തഥാത് കുലാചാരപ്രകാരമായ ജീവിത പങ്കാളി ലഭിക്കുവാനും ഓരോരുത്തരും ചെയ്യുന്ന ബിസിനസ് ആകട്ടെ ജോലിയാകട്ടെ അതിൽ യഥാസമയം വരുമാന വർധന ഉണ്ടാകാനും, അതുപോലെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏത് സമയത്തും, അത് വീട്ടിലാകട്ടെ ജോലി സ്ഥലത്താകട്ടെ കുട്ടികൾ പഠിക്കുന്നിടത്താകട്ടെ പഠനാവശ്യത്തിന് യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലാവട്ടെ പഠനാവശ്യത്തിനായി നിൽക്കുന്ന സ്ഥലങ്ങളാകട്ടെ ജോലിക്കായിട്ട് പോകുമ്പോഴാകട്ടെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന യാത്രകളാകട്ടെ കുടുംബപരമായിട്ട് ചെയ്യുന്ന യാത്രകളാകട്ടെ ഇതിലെല്ലാം അവർക്ക് സുരക്ഷിതത്വം കിട്ടുവാനും, അതുപോലെ എല്ലാവരുടെയും കുലദേവത, കുടുംബദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, ഗുരുപരമ്പരകൾ, പിതൃക്കന്മാരുടെ അനുഗ്രഹത്താൽ എല്ലാവരുടെ ജീവിതത്തിൽ സദാ സർവദാ സർവത്ര ദൈവികമായ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാനും, മനസ്സ വാച കർമ്മണ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനും, അത് 100 മേനി വിളവോടുകൂടി തിരിച്ച് നന്മകളായി, പുണ്യങ്ങളായി, ധനധാന്യ സമൃദ്ധിയായി, നല്ല അനുഭവങ്ങളായി എല്ലാവർക്കും തിരിച്ചു കിട്ടുവാനും വേണ്ടി എൻ്റെ ഗുരുപരമ്പരകളോടും ഉപാസനാമൂർത്തികളോടും പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നിങ്ങനെ പോകണം കാരണമാണ് പെട്ടെന്ന് ഞാൻ നിർത്തുന്നത്, ക്ഷമിക്കുക. അപ്പോൾ ബാക്കി അവിടെ വെച്ച് വരുന്നവരെ കാണാം. ഇല്ലെങ്കിൽ അവിടെ അത് കഴിഞ്ഞാൽ അത് റെക്കോർഡിംഗ് ഉണ്ട്, പിന്നെ നാളെ മുതൽ അത് അബാക്കിൽ ടെലികാസ്റ്റ് ചെയ്തേക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ. ഓൾ ദി ബെസ്റ്റ് ആൾ. താങ്ക് യു ആൾ.